നമസ്കാരം. ഈ കൊട്ട് ഇന്ന് ഞാൻ അടിച്ച ഈ ചെണ്ടമേള മറ്റാർക്കുമല്ല, ഋതുരാജ് ഗെയ്ക്കോഡ് എന്ന് പറയുന്ന ബാറ്റ്സ്മാന് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഋതുരാജിന്റെ ബാറ്റിംഗ് കണ്ട് ഞാൻ അവന്റെ ഫാനായിരിക്കും. ഞാൻ ഇതുവരെയ്ക്കുള്ള ഋതുരാജിനെ അങ്ങനെ ഒരു നല്ലൊരു ബാറ്റ്സ്മാൻ ആയിട്ടൊന്നും ഞാൻ കണക്കാക്കി. പക്ഷെ ഇന്നത്തെ ബാറ്റിംഗ്, ഇന്നായിക്കോട്ടെ കഴിഞ്ഞ കളി ആയിക്കോട്ടെ, അവിടെയൊക്കെ ഋതുരാജിന്റെ ആ സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ്, സത്യം പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് ഋതുരാജിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ കോഹ്ലിയെ ഓർമ്മ വന്നു. നമുക്കിടെ കോഹ്ലിയെ തിരിച്ചു കിട്ടിയോ എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായ ഒരു ഇന്നിങ്സ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും എത്രയാണ് 28 ബോളിൽ നിന്ന് 49 റൺസാണ് ഋതുരാജ് അടിച്ചത്. പക്ഷെ എന്തുകൊണ്ട് ഇന്നത്തെ കളിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഋതുരാജിന്റെ ബാറ്റിംഗ് ആണ്. അവന് ഫസ്റ്റ് ഡൗൺ ഇറങ്ങിക്കൊണ്ടുന്ന ഋതുരാജിന് പകരം ഇന്ന് എന്ത് ചെയ്തു, നമ്മുടെ ശർമ്മയെ ഇറക്കി അല്ലേ. ശർമ്മ ഇന്ന് പരാജയമായിരുന്നു, എന്നും നമുക്ക് അടിക്കണമെന്നില്ല. അപ്പോൾ ശർമ്മ ഇന്ന് 10 റൺസ് എടുത്തുകൊണ്ട് ശർമ്മ ഔട്ടായപ്പോൾ അതിനുശേഷമാണ് ഋതുരാജ് ഗെയ്ക്കോഡ് വന്നത്. ഋതുരാജ് ഗെയ്ക്കോഡ് വന്ന് 28 ബോൾ നേരിട്ട് കൊണ്ട് 49 റൺസും അടിച്ച് 3 6 4 4 അടിച്ചെന്ന് മാത്രമല്ല, അവൻ അടിച്ച ആ ഒരു ഇന്നിങ്സ്, അതായത് പലപ്പോഴും നമ്മുടെ കോഹ്ലി വരുമ്പോൾ ബിൽഡ് ചെയ്യുന്ന ഒരു സ്റ്റൈല്, കോഹ്ലിയുടെ ആ സ്റ്റൈൽ ഓഫ് ക്രിക്കറ്റ് അല്ല സ്റ്റൈൽ ഓഫ് ബാറ്റിംഗ്, ആ അത്ര പൊക്കം, അതെല്ലാം പലപ്പോഴായിട്ട് എനിക്ക് ഈ പറയുന്ന കോഹ്ലിയെ ഓർമ്മിക്കുന്ന രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ഋതുരാജിന്റെ നിന്ന് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഇംപ്രസീവായി. ഭാവിയിലെ ഒരു കോഹ്ലി ആയിരിക്കും ഋതുരാജ് എന്ന് പറയുന്നത് ഇത്തിരി കൂടിപ്പോണെന്ന് എനിക്കറിയാം. എങ്കിലും ഭാവിയിലെ ഒരു കോഹ്ലി ആയിരിക്കും നമുക്ക് ഏറ്റവും വലിയൊരു അസറ്റ് ആയിട്ട് തോന്നി. ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ഈ ഋതുരാജിന്റെ കഴിഞ്ഞ കുറച്ച് പിന്നീട് അതായത് ഒരു 7 ഇന്നിങ്സ് അവൻ കളിച്ചത് ഞാൻ എടുത്തപ്പോൾ അതിൽ കണ്ടത്, ഇപ്പൊ ലാസ്റ്റ് കളിച്ച് 28 ബോളിൽ 49, തൊട്ട് മുന്നുള്ള കളിയിൽ 47 ബോളിൽ നിന്ന് 77, അതിന് തൊട്ട് മുമ്പ് 9 ബോളിൽ നിന്ന് 7, പിന്നീട് 12 ബോളിൽ നിന്ന് 10, അതിന് മുമ്പ് 28 ബോളിൽ നിന്ന് 32, അതിന് തൊട്ട് മുമ്പ് 57 ബോളിൽ നിന്ന് 123, 57 ബോളിൽ നിന്ന് 123, അതിന് തൊട്ട് മുമ്പ് 43 ബോളിൽ നിന്ന് 58. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ 7 ഇന്നിങ്സിൽ നിന്ന് അവൻ അടിച്ചു കൂട്ടിയത് 386 റൺസും, ആവറേജ് 71.2 അവന്റെ ആവറേജ്. T20 71.2 ആവറേജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ആവറേജ് ആണ്, ഭയങ്കര കിടില ആവറേജ് ആണ്, മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ സ്റ്റാർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണുമടച്ചുകൊണ്ട് പറയും അത് ഋതുരാജ് ഗെയ്ക്കോഡ് ആയിരുന്നു. വെൽഡൺ, സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു കേട്ടോ. വന്ന സമയം തൊട്ട് ഒരു സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു ഋതുരാജ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാറ്റിംഗ് ശൈലിയായിരുന്നു. ഇന്ന് ഇന്ത്യ 182 റൺസ് അടിച്ചു. ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ എറിഞ്ഞപ്പോൾ 187 പിന്നെ 2 റൺസ് അടിച്ചു. ഇന്ത്യ ഇന്ന് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ സിംബാബ്വെ 159 റൺസിന് ആൾ ഔട്ടായി, 6 വിക്കറ്റും നഷ്ടമായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിംബാബ്വെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 36 റൺസിൽ 5 വിക്കറ്റ് പോയതാണ്. 36 റൺസിൽ 5 വിക്കറ്റ് പോയ സിംബാബ്വെ അവിടെ നിന്നാണ് എന്ത് ചെയ്ത് അടിച്ചു തുടങ്ങിയത്. അവിടെ നിന്ന് അടിച്ചു. പിന്നീട് 6ാമത്തെ വിക്കറ്റ് പോയത് 116 റൺസ് കൂട്ടിച്ചേർത്തപ്പോൾ 6ാമത്തെ വിക്കറ്റ് പോയത്. അതായത് അവരുടെ ഡിയോൺ മയേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോർ ആയ ഡിയോൺ മയേഴ്സ് 49 ബോളിൽ നിന്ന് 65 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 6ഉം ഒരു 7 4 ഒക്കെ ചെയ്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ത്യയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ പിന്നീട് യശസ്വി ജയ്സ്വാൾ, അതായത് അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ട് അഭിഷേക് ശർമ്മയെ ഓപ്പണിംഗ് നിന്ന് മാറ്റിക്കൊണ്ട് യശസ്വി ജയ്സ്വാളും ചുമൻ ഗില്ലുമായിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തു. ചുമൻ ഗില്ല് ഇന്ന് കുറെ നാളത്തെ പിന്നെന്താണ് ഫോം ഔട്ട് ആയിരുന്നു. അതിൽ നിന്നൊക്കെ തിരിച്ചു വന്ന് ചുറ്റും മറുപടി ബോളിൽ രണ്ട് ലൈഫ് ഉണ്ട്. എങ്കിലും നമുക്കറിയാം, നമ്മുടെ ക്രിക്കറ്റർ ആകുമ്പോൾ കുറച്ചുകൂടി ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ അവർക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇപ്പം അഭിഷേക് ശർമ്മയുടെ കേസ്, അഭിഷേക് ശർമ്മ നല്ലൊരു ബാറ്റ്സ്മാൻ ആണ്, നല്ല പവർ, പക്ഷെ അവന് കുറച്ച് ഭാഗ്യം വേണം. ഭാഗ്യത്തിന്റെ പിന്തുണയും കൂടി ഇല്ലാതെ നമുക്ക് ഒരുപാട് നല്ല കാലിബറുള്ള ബാറ്റ്, ഭാഗ്യത്തിന് ക്രിക്കറ്റാണ്. ചിലപ്പോൾ നമ്മൾ വെക്കുന്നത് ചിലപ്പോൾ എഡ്ജ് ആവും, ചിലപ്പോൾ അത് എഡ്ജായി, ചിലപ്പോൾ പുട്ട് കേച്ച്, ചിലർ കിളത്തം. ആ ഒരു പുട്ട് കേച്ച് ഒരുത്തരം കിളത്തുമ്പോഴാണ് അതിലായിരിക്കും അവൻ സെഞ്ചുറി അടിക്കുന്നത്. അപ്പം ആ ഭാഗ്യത്തിന്റെ ഒരു പിന്തുണയും കൂടി ഉണ്ടെങ്കിലേ ഒരു ബാറ്റ്സ്മാന്, എത്ര കാലിബറുള്ള ഒരു ബാറ്റ്സ്മാന് നല്ല രീതിയിൽ ഉയർന്നു വരാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ ഒരു ഭാഗ്യം കൂടി വേണം. അപ്പോൾ ഇന്ന് ശുഭൻ ഗില്ലിന് ആ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 49 ബോളിൽ നിന്ന് 66 റൺസ് ശുഭൻ ഗിൽ അടിച്ചു. ജയ്സ്വാൾ നല്ലൊരു തുടക്കം തന്നെ 2 4ഉം ഒരു 6 ഒക്കെ പറത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള തുടക്കം. ജയ്സ്വാൾ അറിയാലോ, നമുക്ക് പണ്ടേ നമ്മൾ കണ്ടു. ജയ്സ്വാൾ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അഭിഷേക് ശർമ്മയുടെ അപ്പനാണ് അവൻ അടിയിൽ. അഭിഷേക് ശർമ്മയും ജയ്സ്വാളും കൂടെ ഒരു ഓപ്പണറായിട്ട് ഇറങ്ങണം. എനിക്ക് അതാണ് ഞാൻ രണ്ടെണ്ണം കൂടി 2 ലെഫ്റ്റ് ഹാൻഡർ വന്ന് മറ്റേ ഗിൽക്രിസ്റ്റും പിന്നീട് നമ്മുടെ ഖെയ്ഡനും കൂടി അടിച്ച പോലെ അടിച്ച് നിരത്തിക്കൊണ്ട് ഒരു പുതിയ തലമുറ നമ്മുടെ ഇന്ത്യൻ ടീം എന്ന് കേൾക്കും, ഇന്ത്യൻ ഓപ്പണർ എന്ന് കേൾക്കുമ്പോൾ ഞെട്ടണം. ആ രീതിയിലൊക്കെ ഒരു ഓപ്പണറൊക്കെ വരുന്നുണ്ട് എൻ്റെ ആഗ്രഹം. ശരി, പോട്ടെ. അപ്പൊ അഭിഷേക് ശർമ്മ 10 റൺസിന് ഔട്ടായിപ്പോയി.
പിന്നെയാണ് വരുന്നത് നമ്മുടെ ഗെയ്ക്വാഡ്, നമ്മുടെ ഭാവി കോഹ്ലി എന്ന് ഞാൻ പറയും. ഗെയ്ക്വാഡ് പറഞ്ഞ 28 ബോളിൽ നിന്ന് 49 റൺസ് കിടിലം പിന്നീട് ഈ പറഞ്ഞതുപോലെ ഇന്നിങ്സ് ആയിരുന്നു ഈ പറഞ്ഞത് എന്താണ് ഈ ഗെയ്ക്വാഡ് അടിച്ചത്. പിന്നെ വേറെ ആർക്കും വലുതായിട്ടൊന്നും അടിക്കാനിരുന്ന് വന്നിട്ടില്ല. പിന്നെ സഞ്ജു സാംസൺ ഏതാണ് വേറെ വലിയതായിട്ട് ബോളൊന്നും കിട്ടിയിട്ട് സഞ്ജു സാംസൺ എത്രയാണത് 7 ബോളിൽ നിന്ന് 12 റൺസ് എടുത്തു. അവസാനം സഞ്ജു സാംസന്റെ ഫോറോട് കൂടിയാണ് എന്ത് ചെയ്തത് ഈ പറഞ്ഞ പിന്നീട് ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. 182 റൺസാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. അതിന്റെ മറുപടി ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ ആരൊക്കെയാണ് വിക്കറ്റ് തള്ളിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാരാണ് ആവേശ് ഖാൻ 2 വിക്കറ്റ് തള്ളിയിട്ടു. വാഷിംഗ്ടൺ സുന്ദറാണ് ഏറ്റവും 3 വിക്കറ്റ് തള്ളിയിട്ടു കേട്ടോ. വാഷിംഗ്ടൺ സുന്ദർ 3 വിക്കറ്റും പിന്നെ ഖലീൽ അഹമ്മദ് 1 വിക്കറ്റും. അങ്ങനെ മൊത്തം 6 വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇന്ത്യ മൂന്നാമത്തെ T20യും ആധികാരികമായിട്ട് ജയിച്ചു തന്നെ പറയാം. പക്ഷെ അവസാന ഓവറിൽ വിട്ടുകൊടുത്ത റൺസ് മാത്രമാണ് നമുക്കൊരു വേവലാതി ഉണ്ടാക്കുന്നത്. ഇതിന് മുമ്പേ ഇവരെ എറിഞ്ഞ് ഒതുക്കാമായിരുന്നു. മനസ്സിലാവും. അതിന്റെ സിംബാബ്വെ കേസ് പോലെ സിംബാബ്വെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സിംബാബ്വെ അവിടുത്തെ ഓഡിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ കളിയെ ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. ഈ സിംബാബ്വെ തോറ്റോണ്ടിരിക്കണ ഇവിടെ ഇന്ത്യ എറി തള്ളി ഇന്ത്യയെ അടിച്ച് റൊട്ടിയാക്കുന്നു. സിംബാബ്വെ ഓഡിയൻസ് ഡാൻസും കളിയും ഒരു ബഹളമുണ്ട്. ഇന്നും അതുപോലെ തന്നെയാണ്. അവര് തോറ്റോണ്ടിരിക്കുന്ന പിന്നീട് ഇവര് ഭയങ്കര അവര് ജയിച്ചാലും തോറ്റാലും എന്തായാലും അവര് ആട്ടവും പാട്ടവും കൂട്ടുകയാണ്. അവരങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക. അവർക്ക് സങ്കടങ്ങളില്ല, ആഹ്ലാദങ്ങളില്ല. അവരുടെ പിന്നീട് പ്ലേയേഴ്സ് അടിക്കുമ്പോൾ കുറച്ച് സന്തോഷമുണ്ട്. പക്ഷെ ഇന്ത്യൻ പ്ലേയേഴ്സ് അടിച്ചാൽ അവർ ചിരിച്ചുകൊണ്ടിരിക്കും. അവരെ അത്ര നമ്മളെ പോലെയൊന്നും അല്ല അവര്. അപ്പൊ എനിക്കിത് ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട് സിംബാബ്വെ കേസ്. അപ്പം 5 കളികൾ ഉണ്ടായിരുന്ന T20യിൽ 2-1 ഇന്ത്യ ഇപ്പം മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ബാക്കി വരുന്ന 2 കളിയും കൂടി ഇന്ത്യ ജയിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇന്ന് വന്ന 3 പേരെയും അവർ ഇറക്കിയിട്ടുണ്ട്. 3, അതായത് നമ്മുടെ ശിവൻ ദുബൈനെയും പിന്നീട് നമ്മുടെ യശസ്വിനെയും സഞ്ജു സാംസൺ 3 പേരെയും പിന്നീട് ടീമിലേക്ക് എടുത്തു മാറ്റി. എനിക്ക് ധ്രുവ് ജുറേലും സായി സുദർശനും പിന്നെ ഏതോ ഒരാളെയും കൂടി മാറ്റിക്കൊണ്ടാണ് പിന്നെ എന്ത് ചെയ്തത് ടീം എനിക്ക് ബൗളേഴ്സ് ഒരു ബൗളറെയും കൂടി മാറ്റിക്കൊണ്ടാണ് ടീം അവർ സെറ്റ് ചെയ്തത്. എന്തായാലും നല്ലൊരു ടീമായിരുന്നു. സിംബാബ്വെക്ക് വലുതായിട്ടൊന്നും ചെയ്യാല്ല. സിംബാബ്വെ ആദ്യം പോലെ തന്നെ നല്ല രീതിയിൽ അവർ ആക്രമിച്ചു കളിച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ 200 കൊണ്ട് എത്തിക്കാമായിരുന്നു. പക്ഷേ വേണ്ട, ആ പിച്ച് അങ്ങനെയുള്ളതാണ്. പിച്ച് നല്ല സെക്കൻഡ് ബാറ്റിംഗ് നല്ല തുണയ്ക്കുന്ന പിച്ച്. അതുകൊണ്ടാണ് ഇവരിൽ അവസാനം കിടന്ന് അടിച്ചത്. സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ ഇന്ത്യക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ പോകുന്ന ഒരു പിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയിൽ എടുത്തു പറയാനാണെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി വീണ്ടും പറയുന്നു, ഋതുരാജ് ഗെയ്ക്വാഡിന്റെ ആ ഒരു ഇന്നിങ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഭാവിയിലെ ഒരു വിരാട് കോഹ്ലി ആണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ 1-2 കളികളോട് പറഞ്ഞാൽ 7 കളികൾ അവന്റെ കഴിഞ്ഞ ലാസ്റ്റ് 7 കളികളുടെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് തന്നു. ആ റിസൾട്ട് നമുക്ക് മനസ്സിലാവുന്ന എന്താണ്, 71 അതായത് 72ഓളം വരുന്ന ആവറേജിൽ ഋതുരാജ് ബാറ്റ് ചെയ്യാണ്. തുടക്കം വന്നാൽ ഓപ്പണിംഗ് ഒക്കെ വന്നാൽ തുടക്കം കുറച്ച് പിന്നീട് തട്ടിമുട്ടിയും, അതായത് നമ്മളെ ഇവനും എങ്ങനെയാണല്ലോ കോഹ്ലി ഇങ്ങനെയാണ് തുടക്കം കുറച്ച് നോക്കിയിട്ട് പിന്നീട് അടിക്കുന്ന ഭയങ്കര കുറെ ക്ലാസിക് ഷോട്ട് അടിച്ചു കേട്ടോ. നല്ല സ്റ്റൈലിഷ്, നല്ല അവന്റെ പിന്നീട് പിന്നെ സ്കില്ലും കുറെ അവന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്കില്ലും ഇത്രയും ഉണ്ടെങ്കിലും ഇറങ്ങി വന്ന് 6 അടിച്ചതും കവർ ഡ്രൈവ് ആയിക്കോട്ടെ ലോങ് ഹോളിലൊക്കെ പൊക്കി വിട്ടതായിക്കോട്ടെ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ടച്ച്, ഒരു ക്ലാസ്, ഒരു പ്രത്യേക ക്ലാസ് ഋതുരാജിനുണ്ടെന്നും നമ്മുടെ ഭാവി ഇന്ത്യയിൽ അത് എല്ലാ T20 മാത്രമല്ല, T20-യിലായിക്കോട്ടെ വൺഡേയിലായിക്കോട്ടെ, ടെസ്റ്റ് നേരം വിട് T20 വൺഡേയില് ഇന്ത്യയുടെ പിന്നീട് ഭാവി ക്യാപ്റ്റൻ എന്ന് വരെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഭാവിയിൽ നല്ലൊരു ക്യാപ്റ്റൻ ആവാനും ഒക്കെ കാലിബറുള്ള ഒരു പ്ലെയർ ആയിട്ട് വളർന്നു വരുന്ന ഒരു പ്ലെയർ ആണ് ഞാൻ പറയുന്നത് ഋതുരാജ് ഗെയ്ക്വാഡ്. അപ്പം എന്തായാലും ഇന്ത്യ ജയിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് നാളെ വീണ്ടും കളിയുണ്ട്. അപ്പം 2-1 ഇന്ത്യ പരമ്പര എന്തായാലും പിന്നീട് എന്താണ് ലീഡ് നിലനിർത്തുന്നുണ്ട്, ലീഡ് നേടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.